ഒരു സൗണ്ട് കുറച്ച് നോക്കണേ. Good morning, all. Good morning, madam. Good morning, ma'am. Good morning, ma'am.
ഓക്കെ, നമ്മളിന്ന് പുതിയൊരു ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് മൊഡ്യൂളിലുള്ള ചാപ്റ്റർ 10 തന്നെയാണോ എന്ന് നോക്കാം കേട്ടോ. നമ്പർ ഒന്ന് നോക്കാം. ദെൻ മോർച്ചറി സർവീസ് ആണ്. ഓക്കെ, ചിലപ്പോ PDF-ൽ പഴയ PDF-ൽ മാറ്റുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ചാപ്റ്റർ 10 തന്നെയാണോ? ഓക്കെ, അപ്പോ മോർച്ചറി സർവീസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മള് കഴിഞ്ഞ ചാപ്റ്റർ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ വാർഡ് എടുത്തായിരുന്നു, ഔട്ട് പേഷ്യന്റ്, ICU, വെന്റിലേറ്റർ, ദെൻ മോർച്ചറി സർവീസ്. ഓക്കെ, ആ ഒരു ഫ്ലോയിൽ തന്നെയാണ് അല്ലെ മോർച്ചറി സർവീസ് നോക്കാം. അപ്പോ നമുക്കറിയാം ഹോസ്പിറ്റലില് മോർച്ചറി നമ്മൾ വലിയ കേൾക്കാൻ അധികം ഇഷ്ടപ്പെടാത്തൊരു ഏരിയ ആണ്, അല്ലെങ്കിൽ കാണാനും നമുക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലാത്തൊരു ഏരിയയാണ് മോർച്ചറി. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നില്ല മറ്റേത് ഡിപ്പാർട്ട്മെന്റ് എടുക്കുമ്പോഴും നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ. പക്ഷേ മോർച്ചറി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് അല്ലെ, നിങ്ങള് കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ നമ്മള് മോർച്ചറിയുടെ ബോർഡൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ അധികം ശ്രദ്ധിക്കാത്തൊരു ഏരിയ ആണ് അല്ലെ, ആണോ? മോർച്ചറി എന്നുള്ളൊരു ബോർഡ് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഉള്ളിൽ ചിലപ്പോൾ കയറിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം അതിന് കയറാൻ ചാൻസ് ഇല്ല അല്ലെ. അപ്പോ നമുക്ക് ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് മോർച്ചറി. അപ്പൊ നമുക്ക് മോർച്ചറിയെ കുറിച്ച് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ പാഠോട് അത്യാവശ്യം മോർച്ചറിയിലെ കാര്യങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഇത്രയും ചെറിയ അത്യാവശ്യമുള്ളൊരു അടിസ്ഥാന വിവരങ്ങൾ മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മോർച്ചറിയെ കുറിച്ച് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ചാപ്റ്ററിലേക്ക് വരാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ ഭാഗം വായിക്കാം. ഇൻട്രൊഡക്ഷൻ. Mortuary is an inevitable part of every hospital as it handles the preservation of the dead body so that ഓക്കെ, നമ്മുടെ ക്ലാസ് ഇടയ്ക്ക് ഒന്ന് ബ്രേക്ക് ആയി പോയതാണ് കേട്ടോ. ടെക്നിക്കൽ ഇഷ്യൂ എന്തോ വന്നു. ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോ മോർച്ചറി സർവീസ് ആണ്, ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ നോക്കിയത്. മോർച്ചറി ഈസ് ആൻ ഇൻവൈറ്റബിൾ പാർട്ട് ഓഫ് എവറി ഹോസ്പിറ്റൽ അല്ലെ. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലില് ഇൻവൈറ്റബിൾ, നമുക്കറിയാം അനിവാര്യമായ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്, ഒരു പാർട്ടാണ് മോർച്ചറി എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെ. നമുക്കറിയാം എല്ലാ ഹോസ്പിറ്റലുകളിലും മോർച്ചറി അവൈലബിൾ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് മോർച്ചറി?
ഇതിനു വേണ്ടിയിട്ടാണ്. മോർച്ചറിയുടെ പർപ്പസ് എന്താണ്? പർപ്പസ് ഓഫ് മോർച്ചറി എന്തായിരുന്നു? പർപ്പസ് അറിയില്ല. മോർച്ചറി ഡെഡ് ബോഡീസ് നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മോർച്ചറിയിലാണ് നമ്മൾ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നത്. Preservation of the dead body so that the forensic clinician and pathologist may investigate the cause of the death and make scientific investigation. അല്ലെ, ഇപ്പോ എന്തെങ്കിലും നമുക്ക് ഒരു കാരണമില്ലാത്ത മരണം, എന്തുകൊണ്ടാണ് മരണം സംഭവിച്ചത്, അത്തരത്തിലുള്ള കാരണങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഡെഡ് ബോഡി മോർച്ചറിയിൽ വെച്ചുകൊണ്ട് ബാക്കി പാത്തോളജിസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗകാരണങ്ങൾ കണ്ടുപിടിക്കാനും മറ്റുമായിട്ട് ഡോക്ടേഴ്സും അല്ലെങ്കിൽ പരിശോധന നടത്താൻ വേണ്ടിയിട്ട് നമ്മള് പോലീസും മറ്റും സഹായത്തിന്റെ ഒക്കെ ആവശ്യമായിട്ട് വന്നേക്കാം. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ ഡെഡ് ബോഡീസ് മോർച്ചറിയിൽ സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ തിരിച്ചറിയാത്ത ഡെഡ് പാത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗകാരണങ്ങൾ കണ്ടെത്തുന്നത്. ഇപ്പൊ ഡോക്ടേഴ്സും അതുപോലെ തന്നെ ക്ലിനീഷ്യൻസ്മാരില്ലേ, പാത്തോളജിസ്റ്റ്. പാത്തോളജി എന്ന് പറഞ്ഞാൽ ഡിസീസസ് ആണ്. അപ്പൊ രോഗകാരണം കണ്ടുപിടിക്കുന്നത്, സ്റ്റഡി ഓഫ് ഡിസീസസ്. ഓക്കെ, ഇനി നോക്കാം. എ മോർഗ്യൂ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത് പറയുന്നത് എ മോർഗ്യൂ ഓർ മോർച്ചറി. മോർച്ചറിനെ തന്നെയാണ് നമ്മൾ മോർഗ്യൂ എന്ന് പറയുന്നത്. എ മോർഗ്യൂ ഓർ മോർച്ചറി ആസ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലാണ്, മോർച്ചറിനെ തന്നെ നമുക്ക് വിളിക്കാം മോർഗ്യൂ. A morgue or mortuary is used for the storage of dead bodies, waiting for identification. Identification എന്ന് വെച്ചാൽ തിരിച്ചറിയാൻ അല്ലെ. ഇപ്പൊ നമ്മള് ന്യൂസ് പേപ്പറിൽ, നിങ്ങൾ പത്രത്തിലൊക്കെ കാണാറുണ്ട്, അജ്ഞാത മൃതശരീരം ഇന്ന ഹോസ്പിറ്റലില് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം ആളെ ഐഡന്റിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. എന്നിട്ട് ഇന്ന മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പോ വെയിറ്റിംഗ് ഫോർ ഐഡന്റിഫിക്കേഷൻ, ആളുടെ ഡെഡ് ബോഡി തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ ഡെഡ് ബോഡി കീപ്പ് ചെയ്യുന്നു. ഓൺ റിമൂവൽ, ഓട്ടോപ്സി, ബ്യൂറിയൽ, ക്രിമേഷൻ ഓർ സം അതർ പോസ്റ്റ് ഡെത്ത് റിച്വൽ. അതായത് എന്താണ് റിമൂവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീക്കം ചെയ്യാനായിട്ട്, ഡെഡ് ബോഡി നീക്കം ചെയ്യാൻ കൊണ്ടുപോകാനും. അതുപോലെ തന്നെ ഓട്ടോപ്സി, ബ്യൂറിയൽ. ഓട്ടോപ്സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓട്ടോപ്സി ചെയ്യാന്ന് വെച്ചാൽ ഓട്ടോപ്സി കേട്ടിട്ടുണ്ട്. ഓട്ടോപ്സി, ഓട്ടോപ്സി ചെയ്യുക. പോസ്റ്റ്മോർട്ടം കേട്ടിട്ടുണ്ടോ? അതിനെ തന്നെയാണ് ഓട്ടോപ്സി എന്ന് പറയുന്നത് കേട്ടോ. പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് നമ്മള് ഡെഡ് ബോഡീസ് മോർച്ചറിയിൽ സൂക്ഷിക്കുന്നു. അതുപോലെ തന്നെ ബ്യൂറിയൽ. ബ്യൂറിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശവസംസ്കാരത്തിന് വരെയും നമ്മൾ മോർച്ചറിയിലെ ഡെഡ് ബോഡി സൂക്ഷിക്കുന്നു. ദെൻ ക്രിമേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടക്കം ചെയ്യുക എന്നുള്ളത്. ക്രിമേഷൻ ശവസംസ്കാരം എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ ക്രിമേഷൻ. ബ്യൂറിയലും അടക്കം ചെയ്യുക എന്ന് തന്നെയാണ്. അപ്പോ അതുവരെ നമ്മള് എന്ത് ചെയ്യുന്നു? ഡെഡ് ബോഡീനെ നമ്മൾ കീപ്പ് ചെയ്യുന്നത് മോർച്ചറിയിൽ. ഇപ്പോ ചില ആളുകളുടെയൊക്കെ മരിച്ചിട്ടുള്ള വ്യക്തികള് ചിലപ്പോ വിദേശത്തൊക്കെ ആരെങ്കിലൊക്കെ വരാനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മോർച്ചറിയിൽ തന്നെ ഡെഡ് ബോഡിയൊക്കെ സൂക്ഷിക്കും. അല്ലെങ്കിൽ 1-2 ദിവസത്തോളം മോർച്ചറിയിൽ തന്നെ നമ്മൾ സൂക്ഷിക്കാറുണ്ട് അല്ലെ. അപ്പോ അത്തരത്തിലുള്ള ശവസംസ്കാരത്തിന് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിന് വേണ്ടി മോർച്ചറിയിൽ ഡെഡ് ബോഡീസ് നമ്മൾ സൂക്ഷിക്കുന്നു. മോർഗ്യൂ എന്ന് മോർച്ചറിയിൽ പറയുന്ന പേരാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റും അണ്ടർലൈൻ ചെയ്യണേ, ഇമ്പോർട്ടന്റ് ആണ്. The term morgue is derived from the French word term morgue, M-O-R-G-U-E, G-U-E. അപ്പൊ ഈ മോർച്ചറിയിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞു മോർഗ്യൂ എന്ന് പറയുന്നത്. ഈ മോർഗ്യൂ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് വേർഡിൽ നിന്നാണ്. ഫ്രഞ്ച് വേർഡ് മോർഗ്യൂ, അതൊരു ഫ്രഞ്ച് വേർഡ് ആണ്. which means to look solemnly to defeat. To look solemnly to defeat വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ടു ഹോൾഡ് സീരിയസ്ലി എന്നാണ് അതിന്റെ അർത്ഥം. സോളംലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ഹോൾഡ്, മുറുകെ പിടിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. മുറുകെ പിടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സീരിയസ്, ഗൗരവത്തോടെ നമ്മൾ ആ ഡെഡ് ബോഡിയെ സൂക്ഷിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് അവിടെ പറയുന്നത് കേട്ടോ. ടു ലുക്ക് സോളംലി കണ്ടോ, അതിന്റെ അവിടെ തന്നെ ഒന്ന് എഴുതിയിടാം. ടു ഹോൾഡ് സീരിയസ്ലി, ടു ഹോൾഡ് സീരിയസ്ലി എഴുതിയിടാം കേട്ടോ. To look solemnly, കണ്ടില്ലേ? അതിന്റെ അവിടെ തന്നെ to look serious, to hold seriously, ഗൗരവത്തോടെ മുറുകെ പിടിക്കുക. മുറുകെ പിടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഡെഡ് ബോഡിയെ മുറുകെ പിടിക്കാന്നല്ലാണ്ട് ഉദ്ദേശിക്കുന്നത് ഡെഡ് ബോഡിയെ ഗൗരവത്തോടെ സൂക്ഷിക്കാന്ന്. മോർച്ചറിയില ഗൗരവത്തോടെ തന്നെ എന്ത് ചെയ്യാം? ഡെഡ് ബോഡിയെ സൂക്ഷിക്കുക. ഓക്കെ,
Morgue is mostly underlined ചെയ്തോ അത് French word morgue, which means to look solemnly, to defeat. Okay. Then morgue is mostly used in North America. Morgue എന്നുള്ള ടേം നോർത്ത് അമേരിക്കയിലാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് while mortuary is more common British English. നമ്മളുടെ ഇവിടെയൊക്കെ നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണല്ലോ ഓൾറെഡി സംസാരിക്കുന്ന കാര്യങ്ങൾ. അപ്പോ നമ്മൾ കൂടുതലും മോർച്ചറി എന്നാണ് പറയുന്നത്. മോർഗ്യൂന്ന് നിങ്ങൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എഴുതി വെച്ചതായിട്ട് കണ്ടിട്ടുണ്ടോ? മോർഗ്യൂന്ന് മോർച്ചറി എന്നാണോ എല്ലാവരും കണ്ടിരിക്കുന്നത്? അല്ലേ? ആണോ? നമ്മളുടെ ഇവിടെയൊക്കെ അതായത് നമ്മളുടെ ഇന്ത്യയിലും മറ്റും നമ്മൾ എന്താണ് കോമൺ ആയിട്ട് മോർച്ചറി എന്നാണ്. അപ്പോ നോർത്ത് അമേരിക്കയിലൊക്കെയാണ് കൂടുതലും മോർഗ്യൂ എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. Then morgue is mostly used in Northern American English, while mortuary is more common in British English. നമ്മൾ മോർച്ചറി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നോർത്ത് അമേരിക്കയിലാണ് മോർഗ്യൂന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് വായിച്ചു നോക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ ഭാഗം ഒന്ന് വായിക്കുക, വായിച്ചത് മനസ്സിലാക്കുക. എളുപ്പമാണ് കേട്ടോ, വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. Then second പോയിന്റില മോർഗ്യൂ മോർച്ചറി അണ്ടർലൈൻ ചെയ്യണം. അതുപോലെ തന്നെ തേർഡ് പോയിന്റില ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് വേർഡ് ആണ്, which means to look solemnly, to defeat. Defeat എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുസരിക്കുക, ഗൗരവത്തോടെ നമ്മൾ നോക്കുക, കീപ്പ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, ഒബേ അനുസരിക്കുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ് കേട്ടോ. ഇൻട്രൊഡക്ഷൻ ഭാഗം ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇൻട്രൊഡക്ഷൻ 3 പോയിന്റ് വായിച്ചോ എല്ലാവരും? കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നീഡ് ഫോർ മോർച്ചറി. എന്താണ് മോർച്ചറിയുടെ ആവശ്യകത അല്ലെ? എന്താണ് ആവശ്യകത മോർച്ചറി? അങ്ങനെയുള്ള ഒരു സെക്ഷന്റെ ആവശ്യം ഉണ്ടോ ഹോസ്പിറ്റലില്? ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആവശ്യകത എന്തൊക്കെയാണ് മോർച്ചറിയുടെ ആവശ്യകത? ആവശ്യമുണ്ടോ മോർച്ചറിയുടെ? ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണ്? എന്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം മോർച്ചറി? ഡെഡ് ബോഡി കീപ്പ് ചെയ്യാൻ. ഓക്കെ, ദെൻ അത് മാത്രമുള്ളോ? മെയിൻ നീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഡ് ബോഡി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെ, ഡെഡ് ബോഡി പ്രിസർവ് ചെയ്യണം. അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻസുകൾ നടത്താനുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്താം. ദെൻ പോസ്റ്റ്മോർട്ടം. ഓക്കെ, നമുക്ക് നമ്മുടെ പിഡിഎഫിലേക്ക് വരാം. നോക്കാം, ഫസ്റ്റ് പോയിന്റ് നോക്കാം. It is necessary for the hospital administration that a suitable provision shall be made in dubious place where the dead body can be placed, pending final disposal or to rule out the cause of death. നോക്കാം, it is necessary for the hospital. ഇത് ഹോസ്പിറ്റലിന് ആവശ്യമുള്ള ഒന്നാണ് അല്ലെ, നെസസറി ആയിട്ടുള്ള ഒന്നാണ്. Then for the hospital administration that a suitable provision shall be made in a dubious place. ഒരു ഹോസ്പിറ്റലില് ഒരു ഡൂബിയസ് പ്ലേസിലായിരിക്കണം ഒരു മോർച്ചറി സ്ഥാപിക്കേണ്ടത്. എന്താ ഡൂബിയസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? ഡൂബിയസ്
കേട്ടിട്ടുണ്ടോ? ഡ്യൂബിയസ് അതായത് ഒരു അൺക്ലിയർ ആയിട്ടുള്ള, നിങ്ങൾ ഹോസ്പിറ്റലിലെ മോർച്ചറി കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ഉള്ളിൽ കയറിയിട്ടില്ലെങ്കിലും ജസ്റ്റ് മോർച്ചറി എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു ഏരിയ കണ്ടിട്ടുണ്ടോ? ഓക്കെ, കണ്ടിട്ടുണ്ട്. ഏകദേശം എവിടെയായിട്ടായിരിക്കും അങ്ങനെയുള്ള ഒരു ഏരിയ? നമ്മള് നോർമലി പെട്ടെന്ന് വരുന്ന ഭാഗത്ത് തന്നെ ആയിരിക്കും, എൻട്രൻസിന്റെ ഏരിയയിലൊക്കെ ആയിരിക്കും? ആണോ? അല്ല, ദെൻ കുറച്ച് അൺക്ലിയർ ആയിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കില്ലേ, കുറച്ച് ഉള്ളിലോട്ട് നീങ്ങിയിട്ടുള്ള ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് അല്ലെ, നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു ഏരിയയിലായിരിക്കും അല്ലെ, കുറച്ച് മാറി ഉള്ളിലോട്ടൊക്കെ ആയിരിക്കും നമ്മള് കൂടുതലും കണ്ടിരിക്കുന്നത്. അതാണ് ഡ്യൂബിയസ് പ്ലേസ്, അൺക്ലിയർ. മുകളിലൊന്ന് എഴുതിയിടാ, അൺക്ലിയർ. അൺക്ലിയർ എന്ന് എഴുതാട്ടോ. ഡ്യൂബിയസ് എന്ന് വെച്ചാൽ അൺക്ലിയർ. ദെൻ അപ്പോ നമുക്കറിയാം എൻട്രൻസിൽ നിന്നൊക്കെ കുറച്ച് മാറിക്കൊണ്ട് ഇത്തിരി വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ, നമ്മൾ ഒരു പെട്ടെന്നൊരു എൻട്രൻസിൽ കയറുമ്പോൾ തന്നെ കാണുന്ന ഒരു ഏരിയയിലായിരിക്കില്ല. Then it is necessary for hospital administration. അത് അത്യാവശ്യമാണെന്ന്, അതായത് ഒരു ഡ്യൂബിയസ് പ്ലേസിലായിരിക്കണം ഒരു മോർച്ചറി നമ്മൾ സ്ഥാപിക്കേണ്ടത്. Where the dead body can be placed. അവിടെ ആയിരിക്കണം നമ്മൾ ഡെഡ് ബോഡി പ്ലേസ് ചെയ്യുന്നത്. Pending final disposal or to rule out the cause of death. അല്ലെ, അതായത് നമ്മൾ എന്താണ് പറഞ്ഞത്, മോർച്ചറി അന്തിമ സംസ്കാരം നടത്തുന്നത് വരെ, അതായത് ഡെഡ് ബോഡി അവിടെ നിന്ന് കൊണ്ടുപോയി അന്തിമ കർമ്മങ്ങളൊക്കെ നടത്തുന്നത് വരെ ഡെഡ് ബോഡിയെ നമ്മൾ അത്രയും ടൈം അവിടെ ഹോസ്പിറ്റലിലും മോർച്ചറിയിലും നമ്മൾ സൂക്ഷിക്കണം. ഓക്കെ, ഡ്യൂബിയസ് പ്ലേസിലായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, ഡെഡ് ബോഡി അന്തിമ കർമ്മങ്ങൾ ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യാം, മോർച്ചറിയിലെ ഡെഡ് ബോഡി സൂക്ഷിക്കുക. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കാം. A preserving planned mortuary complex is beneficial to all those who come in contact with that is police, doctors, medical students, staff, relatives of the dead. അല്ലെ, കൃത്യമായിട്ട് ഒരു പ്രിസ്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു മോർച്ചറി സമുച്ചയമായിരിക്കണം. അപ്പോ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പോലീസ്, അതുപോലെ തന്നെ ഡോക്ടർമാര്, മെഡിക്കൽ സ്റ്റുഡൻസ്, അല്ലെങ്കിൽ മീൻസ് സ്റ്റാഫുകൾ, മോർച്ചറിയിലെ സ്റ്റാഫുകൾ, അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഇതൊരു ഉപകാരപ്രദമാണെന്ന് ഇങ്ങനെയുള്ള ഒരു മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ. ഇപ്പൊ റിലേറ്റീവ്സിന് ഇപ്പൊ നമ്മൾ പറഞ്ഞു അജ്ഞാത മൃതദേഹങ്ങളൊക്കെ കണ്ടെത്തും അല്ലെ, അപ്പോ എന്താണ്, അജ്ഞാത മൃതദേഹങ്ങളൊക്കെ കണ്ടെത്തുമ്പോൾ അത് അത്രയും നാള് മോർച്ചറിയിൽ നമ്മൾ സൂക്ഷിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അത് റിലേറ്റീവ്സിനും അത് ഒരു എന്താ പറയുക ഒരു ഹെൽപ്പാണ്. കാരണം ഡെഡ് ബോഡീസ് അത്രയും ദിവസം അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. അവർ വന്നിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ പോലീസ്, അതുപോലെ എന്തെങ്കിലും പോലീസുകാരൊക്കെ വരും. ഇപ്പൊ വല്ല മർഡർ കേസുകളോ അങ്ങനെയുള്ള എന്തുകൊണ്ടാണ് മരണ കാരണം തിരിച്ചറിയാൻ പറ്റാത്ത കേസുകളൊക്കെ ഉണ്ടാവും. അത്തരത്തിലുള്ള കേസുകളൊക്കെ നമ്മൾ മെഡിക്കൽ ലീഗൽ കേസസ് എന്ന് വിളിക്കും. അപ്പൊ അതിന്റെ അന്വേഷണങ്ങൾക്ക് ഡോക്ടേഴ്സും അതുപോലെ തന്നെ പോലീസൊക്കെ നമുക്ക് മോർച്ചറിയിൽ വന്നിട്ട് ഈ ഡെഡ് ബോഡീസിൽ അന്വേഷണം നടത്താം. അതുപോലെ തന്നെ സ്റ്റാഫുകൾ, മെഡിക്കൽ സ്റ്റുഡൻസ് ഈ ഡെഡ് ബോഡിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും. നമ്മൾ ഈ മെഡിക്കൽ കോളേജിലൊക്കെ കണ്ടിട്ടില്ലേ, സിനിമയിലൊക്കെ കണ്ടു കാണുമല്ലോ, ഡെഡ് ബോഡീസ് ഒക്കെ വെച്ച് അവരുടെ പഠനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും അത് ഉപകാരമാണ് അവർക്ക് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മോർച്ചറിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം. പ്രൊവിഷൻ ഓഫ് മോർച്ചറി ഫെസിലിറ്റി ആൻഡ് സർവീസസ് in a hospital also has an important bearing with regard to public relation of the hospital. ഇനി ബിയറിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പങ്കുവഹിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അതായത് ആശുപത്രിയിലെ ഒരു ഹോസ്പിറ്റലിലെ മോർച്ചറി സൗകര്യ സേവനങ്ങൾ നൽകുന്നത് ആ ഹോസ്പിറ്റലിന് പബ്ലിക്കുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടെന്ന്. അതായത് ഇപ്പോ ഒരു ഹോസ്പിറ്റലില് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിൽ മോർച്ചറി അവൈലബിൾ ആണ്. ചിലപ്പോ അത്യാവശ്യം ഡെവലപ്ഡ് അല്ലാത്ത ഹോസ്പിറ്റലുകളൊന്നും മോർച്ചറി ഉണ്ടാവില്ല. അപ്പോ അതും പബ്ലിക്കുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ പറയണെങ്കിൽ ഒരു ഹോസ്പിറ്റലില് ഒരു പേഷ്യന്റ് ചികിത്സയിലായിരിക്കുമ്പോൾ തന്നെ ആ പേഷ്യന്റ് മരണപ്പെട്ട് കഴിയുമ്പോൾ ഇതുപോലെ ആളുടെ ആരെങ്കിലും പുറത്തുനിന്നോ അങ്ങനെ വരാനൊക്കെ ഉണ്ടാകണം. അപ്പൊ നമ്മള് മോർച്ചറിയിൽ തന്നെ ഡെഡ് ബോഡി ചിലപ്പോ വീട്ടിൽ കൊണ്ടുപോകാതെ അവിടെ തന്നെ കീപ്പ് ചെയ്യും.
1-2 ദിവസം മോർച്ചറിയിൽ തന്നെ കീപ്പ് ചെയ്തിട്ട് ചിലപ്പോ 2 days കഴിഞ്ഞിട്ടായിരിക്കും ആളുടെ ഡെഡ് ബോഡി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോ അത്തരത്തിലൊരു അവസരത്തിൽ ആ ഒരു പേഷ്യന്റ് ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് ട്രീറ്റ്മെന്റ് ചെയ്തു. ദെൻ അദ്ദേഹം അവിടെ വെച്ച് മരണപ്പെട്ടു. അപ്പൊ അങ്ങനെ മരണപ്പെടുമ്പോൾ ആ സെയിം ഹോസ്പിറ്റലിൽ തന്നെ മോർച്ചറി ഉണ്ടെങ്കിൽ അവരുടെ പേഷ്യൻസ് റിലേറ്റീവ്സിനും അത് തന്നെ എളുപ്പമാണ്. കാരണം ആ ഹോസ്പിറ്റലിൽ തന്നെ മോർച്ചറി ഉണ്ടെങ്കിൽ നമുക്ക് ഡെഡ് ബോഡി എന്ത് ചെയ്യാം, ആ ഹോസ്പിറ്റലിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റും. പക്ഷെ ആ ഹോസ്പിറ്റലിൽ മോർച്ചറി ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വേറൊരു മോർച്ചറി ഉള്ള ഹോസ്പിറ്റൽ അന്വേഷിക്കേണ്ടതായിട്ട് വരും. ദെൻ നമ്മൾ ഈ ഡെഡ് ബോഡിയും കൊണ്ട് എന്ത് ചെയ്യണം, വേറൊരു മോർച്ചറി ഉള്ള ഹോസ്പിറ്റലിലേക്ക് മാറേണ്ടതായിട്ട് വരും അല്ലെ. അപ്പോ ആ ഓൾറെഡി ആ ഹോസ്പിറ്റലിൽ തന്നെ മോർച്ചറി ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി അവർക്ക് റിലേറ്റീവ്സിന് എളുപ്പമാണ്. അതാണ് പബ്ലിക്കുമായിട്ടുള്ള ബന്ധം എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ ആ ഒരു സെക്ഷൻ? ക്ലിയറിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പങ്കുവഹിക്കുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ് കേട്ടോ. പങ്കുവഹിക്കുക, ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത്. ഓക്കെ, അപ്പോ സെയിം ആ ഹോസ്പിറ്റലിൽ തന്നെ മോർച്ചറി ഉണ്ടെങ്കിൽ അതാണല്ലോ കുറച്ചുകൂടി നമുക്ക് റിലേറ്റീവ്സിന് എളുപ്പം. മോർച്ചറി തന്നെ നമുക്ക് ആ ഒരു ഡെഡ് ബോഡി കീപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇല്ല എങ്കിൽ എന്ത് വേണം, വേറൊരു ഹോസ്പിറ്റൽ മോർച്ചറി ഉള്ള ഹോസ്പിറ്റൽ നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ നമ്മൾ ഈ പേഷ്യന്റിനെ അല്ലെങ്കിൽ ഡെഡ് ബോഡിയും കൊണ്ട് ആ ഹോസ്പിറ്റലിലേക്ക് മോർച്ചറിയിലേക്ക് മാറേണ്ടതായിട്ട് ആവശ്യം വരും. ദെൻ ലാസ്റ്റ് സെന്റൻസ് നോക്കാം. Much of the sentiments value are attached to the dead body of the person with socio and medico-legal importance attached to mortuary of the hospital. Therefore, establishment and management of a mortuary is significant to every hospital. അല്ലേ? അതായത് മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെന്റിമെന്റ് വാല്യൂ ഉള്ള ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ആണോ? നമുക്കും അല്ലെ, ഇപ്പൊ നമ്മളുടെ ഒരു ബന്ധു നമുക്കറിയാം. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയണമെങ്കിൽ നമ്മളുടെ റീസെന്റ് ആയിട്ട് നമ്മള് അർജുന്റെ തിരച്ചിലിന് വേണ്ടിയിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ കണ്ടു ഇല്ലേ? ഓർക്കുന്നുണ്ടോ? അർജുൻ ലോറിയുമായിട്ട് അല്ലെ കാണാണ്ടായപ്പോഴുള്ള തിരച്ചിലും കാര്യങ്ങളും നമ്മള് ഭയങ്കരമായിട്ട് നമ്മളുടെ ആരും അല്ല എങ്കിൽ പോലും നമ്മൾ അത്രയും ദിവസം ഈ ഒരു വ്യക്തിയെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ അദ്ദേഹത്തിന്റെ വീട്ടുകാരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ലെ. അപ്പോ നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ നമ്മളുടെ ആരുമല്ലായിരിക്കാം. പക്ഷെ ഇത്രയും ദിവസത്തെ അല്ലെ, ഒരു 1-2 ആഴ്ചയോളം ഇത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇയാൾക്ക് വേണ്ടി, ആ ഒരു മനുഷ്യന് വേണ്ടിയിട്ടുള്ള തിരച്ചിലും കാര്യങ്ങളും അല്ലെ. അപ്പോഴും നമ്മളുടെ ഉള്ളില് നമ്മളുടെ ആരൊക്കെയോ ആണെന്നുള്ളൊരു തോന്നല് നമ്മളുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിൽ വന്ന് കാണുമല്ലോ. വന്നിട്ടുണ്ടായിരുന്നോ? അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ ന്യൂസ് സർവ്വനേരം നമ്മളുടെ വീട്ടിൽ ഇത് തന്നെയല്ലേ ന്യൂസ് വെച്ചുകൊണ്ടിരുന്നത്. ആ ടൈമില് നമ്മളുടെ ഒരു റിലേറ്റീവ്സ് അല്ല, ആരുമല്ല എങ്കിലും നമ്മളുടെ സ്വന്തം ഒരു സഹോദരനെ പോലെ ഒരു നമ്മുടെ തോന്നല് നമ്മളുടെ ഉള്ളിനുള്ളിൽ എല്ലാവർക്കും വന്ന് കാണും. ദെൻ ആളുടെ തിരിച്ചിലൊക്കെ കഴിഞ്ഞു, എത്ര ദിവസമാണ് നമ്മുടെ 70 days അങ്ങനെ കഴിഞ്ഞതിന് ശേഷം ഈ ഡെഡ് ബോഡീസ് കണ്ടെടുത്തു എന്ന് പറഞ്ഞു അല്ലെ. അത് പാർട്ടായിട്ടാണ് ഡെഡ് ബോഡീസ് കണ്ടത്. അപ്പോഴുള്ള നമ്മളുടെ മാനസികാവസ്ഥയിൽ എന്തായിരുന്നു? നമുക്ക് എന്തോ ഒരു ഇമോഷണലി ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഒരു സെന്റിമെന്റ്സ് തോന്നിക്കാണും അല്ലെ. എല്ലാവരുടെയും ഉള്ളിൽ ഒരു സെന്റിമെന്റ്സ് തോന്നിയിട്ടുണ്ട്. തോന്നിക്കാണും. അത് ഒരു എന്താ പറയാ, ഒരു മാനുഷികം അല്ലെങ്കിൽ സ്വാഭാവികമാണ് അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്, ഒരു സെന്റിമെന്റ് വാല്യൂ, ഒരു സെന്റിമെന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ഡെഡ് ബോഡിയോട് നമുക്ക് ഉണ്ട് അല്ലെ. നമ്മൾ ഹ്യൂമൻ ബീങ് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. നമ്മുടെ ഓൾറെഡി നമ്മുടെ ജന്മലാലുള്ളതാണ് അത്. നമുക്കൊരു അറ്റാച്ച്ഡ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഇത് നമുക്ക് ഡെഡ് ബോഡീസിനോട് ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ നമ്മളുടെ ഒരു ഇമോഷണൽ അറ്റാച്ച് ആണ് അത് ഡെഡ് ബോഡീസിനോട് അല്ലെ. ഇപ്പൊ നമ്മള് ഒരു ആംബുലൻസ് പോലെയാണ്. ഇപ്പൊ നിങ്ങൾ ട്രാവൽ ചെയ്തിരിക്കുമ്പോൾ ഒരു ആംബുലൻസ് പോലെ നമ്മളുടെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ദൈവമേതെങ്കിലും നമ്മൾ വിളിക്കാറുണ്ടോ? എത്ര പേര് വിളിക്കാറുണ്ട്? അങ്ങനെ നമ്മളറിയാതെ ഇത് വിളിച്ചു പോണതാണ് അല്ലെ. നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സെങ്കിലും വിളിക്കാറുണ്ട് അല്ലെ. അതാണ് പറഞ്ഞത്, നമ്മുടെ ഒരു എന്താ പറയാ, നമ്മളുടെ ഒരു സെന്റിമെന്റ്സ് ആണ്, അത് അറ്റാച്ച്ഡ് ആണ്. അപ്പൊ ഇവിടെ പറഞ്ഞതാണ് ഈ മോർച്ചറി എന്ന് പറയുമ്പോൾ ഡെഡ് ബോഡീസിനോട് നമുക്കൊരു മാനുഷികമായിട്ടൊരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുന്നത്. ദെൻ വിത്ത് സോഷ്യോ ആൻഡ് പ്രയർ ചൊല്ലും. ഓക്കെ, നമ്മൾ പ്രയർ ചൊല്ലും. അല്ലെങ്കിൽ നമ്മൾ ഒന്നും ചൊല്ലിയില്ലെങ്കിൽ പോലും നമ്മളുടെ മനസ്സൊരു ദൈവമേ എന്നുള്ളൊരു വഴി നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരാറുണ്ട്. അതൊരു നോർമൽ എല്ലാ പേഴ്സൺസിനും വരും. അത് ഏത് ജാതി ആയിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, എന്താണോ നമ്മളുടെ നമ്മളുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ നമ്മൾ വിളിക്കാറുണ്ട് അല്ലെ. ചിലപ്പോ നമ്മളുടെ ആരും ആയിരിക്കണമെന്നില്ല എങ്കിലും നമുക്ക് അതാണ്, നമ്മൾക്കൊരു ഇമോഷണൽ ഇതുണ്ട് അല്ലെ. നമ്മളുടെ ഒരു മനുഷ്യൻ, നമ്മളെ പോലെ ഒരു ജീവനാണത് അല്ലെ. അപ്പോ അങ്ങനെയൊക്കെ നല്ല കാര്യമാണ്. അത് നമുക്കത് വേണം, നമുക്കൊരു സെന്റിമെന്റ്സ് ഉണ്ടായിരിക്കണം. ഡെഡ് ബോഡീസിനോട് നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. അതാണ് അവിടെ പറയുന്നത്.
Then much of the sentiments value are attached to the body of the person with the socio and medico-legal importance. Attached to the mortuary of the hospital. അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള സോഷ്യോ ആൻഡ് മെഡിക്കോ ലീഗൽ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ഈ മെഡിക്കോ ലീഗൽ ഇമ്പോർട്ടൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക്, അതായത് ഇപ്പോ മരണകാരണം അറിയാത്ത കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മെഡിക്കോ ലീഗൽ കേസസിലേക്ക് പോകും. അപ്പൊ അത് പോലീസുകാരൊക്കെ വന്നിട്ട് പോലീസും മറ്റും CBI കേസ് അന്വേഷണമൊക്കെ നടത്തിക്കൊണ്ട് ഈ ഡെഡ് ബോഡിയിൽ നമ്മൾ എന്തുകൊണ്ടാണ് മരണം സംഭവിച്ചത് അല്ലെങ്കിൽ അതിന്റെ കോസസ് റീസൺസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. So therefore establishment and arrangement of a mortuary is of significant to every hospital. അതിനാൽ ഒരു മോർച്ചറി എല്ലാ ഹോസ്പിറ്റലുകളിലും ഒരു മോർച്ചറി കൃത്യമായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ നീഡ് ഫോർ മോർച്ചറിയിൽ പറയുന്നത്. ഇന്നുകൂടി ജസ്റ്റ് വായിക്കുക, ശ്രദ്ധിക്കുക, എന്നിട്ട് നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം വായിച്ചു നോക്കാം. It is necessary for hospital administration that a suitable provision shall be made in a dubious place where the dead body can be placed pending final disposal or to rule out the cause of death. A precisely planned mortuary complex is beneficial to all those who come in contact with the police, doctors, medical students, staff, and relatives of death. Provision of mortuary facility and service in a hospital also an important bearing with regard to public relation of the hospital. Public relation connection in it. Much of the sentiments value are attached to the dead body of the person with socio and medico-legal importance attached to mortuary of the hospital. Therefore, establishment and management of mortuary is of significance to every hospital. Okay, വായിച്ചു നോക്കാം കേട്ടോ. നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ട ഭാഗമാണ്. 4 പോയിന്റ് വായിച്ചു നോക്കാം. ഓരോ പോയിന്റ് വായിക്കുമ്പോൾ അതിന്റെ മീനിങ്ങും കൂടി മനസ്സിലാക്കിയിട്ട് വായിച്ചു പോകാം കേട്ടോ. സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് എ പ്രിസ്ലി പ്ലാനഡ് മോർച്ചറി, അതായത് കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത ഒരു മോർച്ചറി സമുച്ചയം അത് നമുക്ക് പോലീസിനും ഡോക്ടേഴ്സിനും അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റുഡൻസിനും അവർക്ക് പ്രയോജനകരമാണെന്ന്. അതായത് പോലീസിന് അന്വേഷണങ്ങളൊക്കെ നടത്താം, ഡോക്ടേഴ്സിന് വന്നിട്ട് ഡെഡ് ബോഡീസിന് നമ്മൾ പരിശോധന നടത്താം, മരണകാരണവും മരണ ടൈമും പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് അന്വേഷിക്കാം. അതുപോലെ മെഡിക്കൽ സ്റ്റുഡൻസിന് പ്രയോജനകരമാണ്. അതുപോലെ ഡൂബിയസ് എന്ന് വെച്ചാൽ അൺക്ലിയർ പ്ലേസ്, സംശയാസ്പദമായ സ്ഥലം കേട്ടോ. നമ്മൾ പറഞ്ഞില്ലേ, നമ്മള് ഒരു ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു ഏരിയയിലായിരിക്കില്ല, കുറച്ച് ഉള്ളിലോട്ടോ അല്ലെങ്കിൽ ബാക്ക് സൈഡിലൊക്കെ ആയിരിക്കും. ഓക്കെ, ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് നമ്മൾ പറഞ്ഞ എക്സാമ്പിള് ശ്രദ്ധിച്ചില്ലേ പറഞ്ഞത്, നമ്മൾ പറഞ്ഞു അതായത് ഒരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയിൽ ഡെഡ് ബോഡീസിനോട് നമുക്കൊരു സെന്റിമെന്റലി ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്ന അതൊരു സോഷ്യോ, നമുക്കൊരു സാമൂഹികമായിട്ടുള്ളൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാകും. അതുപോലെ തന്നെ മെഡിക്കോ ലീഗൽ ആസ്പെക്ട്സും നമുക്ക് ആ ഒരു ഡെഡ് ബോഡീസിലുണ്ട്. അതായത് ഇപ്പൊ മരണകാരണം അറിയാണ്ട് അങ്ങനെയുള്ള കേസസ് ഒക്കെ ആണെങ്കിൽ മെഡിക്കോ ലീഗൽ പ്രോസസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിനാൽ തന്നെ മോർച്ചറി ഒരു ഹോസ്പിറ്റലിൽ അനിവാര്യ ഘടകമാണ്. അൺക്ലിയർ എന്നാണ് കേട്ടോ, അൺക്ലിയർ എന്നാണ്. ഡൂബിയസ് എന്ന് വെച്ചാൽ അൺക്ലിയർ, സംശയാസ്പദമായിട്ട് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റാത്ത ഒരു ഏരിയ ആയിരിക്കാം, കുറച്ച് ഉള്ളിലോട്ടൊക്കെ ആയിരിക്കും മോർച്ചറി എല്ലാ ഹോസ്പിറ്റലുകളിലും സ്ഥിതി ചെയ്യുന്നത്. ക്രിസ്ലീനിയസ് കൃത്യമായ ഒരു ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായ
ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് വൺ നോക്കാം, ഫങ്ഷൻസ് ഓഫ് മോർച്ചറി സർവീസ്. ഇനി അതിന്റെ ഫങ്ഷൻസ് ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന്. ഈ നീഡ്സിലും ഫങ്ഷൻസ് ഒക്കെ ഏകദേശം എല്ലാം സെയിം പോയിന്റ് ഒക്കെ തന്നെയാണ് വരുന്നത്. എല്ലാം പറയുന്നതൊക്കെ ഒരേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നോക്കാം, ഫങ്ഷൻസ് ഓഫ് മോർച്ചറി സർവീസസ്. ഫസ്റ്റ് പോയിന്റ് നോക്കാം, ടു കൺസേർവ് ദ ഡെഡ് ബോഡി ടിൽ ദ ഫോർമാലിറ്റീസ് ഓഫ് ദ ഹാൻഡ്ലിംഗ് ഓവർ ഓഫ് എ ഡിസീസ് ഈസ് കംപ്ലീറ്റഡ്. അതായത് കൈമാറ്റത്തിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത് വരെ നമ്മൾ, അതായത് ഡെഡ് ബോഡി ആ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനെ കൈമാറുന്നത് വരെ, അത് കംപ്ലീറ്റ് അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വരെ, നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത് വരെ മൃതദേഹം നമ്മള് കൺസേർവ് ചെയ്യാന്ന് വെച്ചാൽ കീപ്പ് ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? മൃതദേഹം കീപ്പ് ചെയ്യുന്നു. ഡിസീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരണമടഞ്ഞ, ഡെഡ് ആയിട്ടുള്ള, കേട്ടോ. ഓക്കെ, അതായത് മരണമടഞ്ഞ ഒരു വ്യക്തിയുടെ മൃതദേഹം നമ്മള് കൈമാറ്റത്തിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത് വരെ ഡെഡ് ബോഡി എന്ത് ചെയ്യുന്നു? മോർച്ചറിയിൽ സൂക്ഷിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, കേട്ടോ. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കാം, ടു കീപ് ദ ഡെഡ് ബോഡി അൺക്ലെയിംഡ്. അൺക്ലെയിംഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ? അൺക്ലെയിംഡ്, ഐഡന്റിഫൈ ചെയ്യാത്തത്, തിരിച്ചറിയാത്തത്. മുകളിലൊന്ന് മലയാളത്തിൽ എഴുതിട്ടോളൂ കേട്ടോ. അൺക്ലെയിംഡ്, തിരിച്ചറിയാത്തത്, കേട്ടോ. ഡെഡ് ബോഡി ഐഡന്റിഫൈ ചെയ്യാത്തത്. ടിൽ ദ റിലേറ്റീവ്സ് ക്ലെയിം ആൻഡ് ടേക്ക് ഇറ്റ് അവേ ഫോർ ഫൈനൽ ഡിസ്പോസൽ. അതായത് നമ്മള് ഇപ്പോ മൃതദേഹം ക്ലെയിം ചെയ്യപ്പെടാത്തത്, അതായത് ബന്ധുക്കൾ വന്ന് ഐഡന്റിഫൈ ചെയ്യാത്ത മൃതദേഹങ്ങൾ ഉണ്ടാകും. ദെൻ അത് ബന്ധുക്കൾ വന്ന് ഐഡന്റിഫൈ, ഫൈനൽ ഡിസ്പോസലിന് വേണ്ടിയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് വരെ നമ്മൾ ഡെഡ് ബോഡീസ് മോർച്ചറിയിൽ സൂക്ഷിക്കുന്നു. Usually, bodies that are not claimed are kept for 72 hours. Underline ചെയ്യാട്ടോ. ഇനി ഇപ്പോൾ ഡെഡ് ബോഡീസ് നമ്മൾ അവിടെ കീപ്പ് ചെയ്തിട്ട് ഒരു ദിവസം മാക്സിമം 72 hours ആണ് നമ്മൾ ഡെഡ് ബോഡി കീപ്പ് ചെയ്യുന്നത്. 72 hours എന്ന് പറയുമ്പോൾ എത്ര ഡേയ്സ് ആയിരിക്കാം? 72 hours. ഏകദേശം ഒരു മാക്സിമം ഒരു 4 ദിവസത്തോളമൊക്കെയാണ് നമ്മൾ ഒരു ചെറിയ ഡെഡ് ബോഡി കീപ്പ് ചെയ്യുന്നത്. 72 അണ്ടർലൈൻ ചെയ്യണം കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. 72 hours എത്ര ടൈമാണ് നമ്മൾ മോർച്ചറിയിൽ ഡെഡ് ബോഡി കീപ്പ് ചെയ്യാറുള്ളത്? നോർമലി 72 hours ആണ് നമ്മൾ ഡെഡ് ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മോർച്ചറിയിൽ സൂക്ഷിക്കുന്നത്, ക്ലെയിം ചെയ്യപ്പെടാത്തത്, കേട്ടോ. Then dispose 72 hours and unless claimed till that period, disposal of the dead body is done in keeping with the existing policy of the hospital and as per the law of land. എന്താണ് പറയുന്നത്? മാക്സിമം ഒരു ഡെഡ് ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ പത്രത്തിലൊക്കെ കാണാറില്ലേ, തിരിച്ചറിയാത്ത അജ്ഞാത മൃതദേഹം ഇന്ന ഹോസ്പിറ്റലിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിക്കാറുണ്ട്. സോ 72 hours ആണ് നമ്മൾ ഒരു ഹോസ്പിറ്റലില് മോർച്ചറിയില് ഡെഡ് ബോഡി കീപ്പ് ചെയ്യുന്നത്, തിരിച്ചറിയാൻ പാടില്ലാത്തത്. അപ്പോ 72 4 ദിവസത്തിനുള്ളിൽ നമ്മൾ വന്ന് റിലേറ്റീവ്സ് ഐഡന്റിഫൈ ചെയ്യണം. ദെൻ 3 days, മാക്സിമം 4 days വരെയൊക്കെ 72 3 days ഓക്കെ, എങ്കിലും മാക്സിമം ഒരു 4 days വരെയൊക്കെ നോക്കട്ടെ. 4 days വരെയൊക്കെ നമ്മൾ ഡെഡ് ബോഡി സൂക്ഷിക്കാറുണ്ട്. ദെൻ അൺലെസ് ക്ലെയിംഡ് ടിൽ, അതായത് എന്നിട്ടും അമ്മ അവിടെ ക്ലെയിം ചെയ്തിട്ടില്ല, ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ 72 മാക്സിമം 4 ദിവസം ഡെഡ് ബോഡി തിരിച്ചറിയാൻ വേണ്ടി മോർച്ചറിയിൽ കീപ്പ് ചെയ്യും. ഈ 4 ദിവസമായിട്ടും ആ റിലേറ്റീവ്സ് ആരും വന്നില്ല, ഡെഡ് ബോഡി ഐഡന്റിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ disposal of the dead body is done in keeping with existing policy of the hospital. അല്ലെ, ഹോസ്പിറ്റലിന്റെ പോളിസി അനുസരിച്ച്, ഹോസ്പിറ്റലിന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ചിട്ട് അവർ തന്നെ എന്ത് ചെയ്യും? ആ ഡെഡ് ബോഡി ഡിസ്പോസൽ ചെയ്യുന്നു, അല്ലെ.
ആസ് പെർ ദ ലോ ഓഫ് ലാൻഡ്. അതായത് അവര് ഡിസ്പോസൽ ചെയ്യുന്നത് ഡെഡ് ബോഡി മാക്സിമം 4 ദിവസം 72 മണിക്കൂർ ഡെഡ് ബോഡി സൂക്ഷിക്കും. ദെൻ അത് കഴിഞ്ഞിട്ടും റിലേറ്റീവ്സ് ആരും വന്നില്ല, ഐഡന്റിഫിക്കേഷൻ ആള് വന്നില്ല എങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ അതിന്റെ ഡിസ്പോസൽ നടപടികൾ സ്വീകരിക്കുന്നു. ഓക്കെ, അത് നമുക്ക് പുതിയൊരു അറിവായിരിക്കാം. അപ്പൊ അത് 72 hours ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് റൗണ്ട് ചെയ്തിടാ കേട്ടോ. 72 എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിടാ, ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ചോദിക്കാറുള്ളത് മാക്സിമം എത്ര അവർ ആണ് കെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, then to receive and store a dead body requires postmortem examination. അല്ലെ, ഇപ്പൊ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതാണെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി നമ്മൾ ഡെഡ് ബോഡിനെ നമ്മൾ സ്വീകരിക്കുന്നു, അതായത് മോർച്ചറിയിൽ സൂക്ഷിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഡെഡ് ബോഡീസ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഏതെല്ലാം കേസുകളിലാണ് അറിയാമോ നിങ്ങൾക്ക്? എല്ലാ കേസുകളും. ഇപ്പൊ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? അങ്ങനെയാണോ? പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് എല്ലാ കേസുകളും പോസ്റ്റ്മോർട്ടം ചെയ്യാറുണ്ടോ? നിങ്ങളുടെ അറിവില് ഏതൊക്കെ കേസുകളാണ്? അൺനാച്ചുറൽ ഡെത്ത് ആണ്. ഓക്കെ, സഡൻ ഡെത്ത്, സൂയിസൈഡ്. ഓക്കെ, വേറെ ഏതൊക്കെയാണ്? സൂയിസൈഡ് മാത്രമാണോ പോസ്റ്റ്മോർട്ടം ആവശ്യമായിട്ട് വരുന്നത്? ആക്സിഡന്റ് കേസുകൾ അല്ലെ, ദെൻ മർഡർ കേസുകൾ, ആക്സിഡന്റ്, ദെൻ റേപ്പ് കേസുകൾ അല്ലെ, മർഡർ, അങ്ങനെയുള്ള കേസുകളൊക്കെയാണ് റയർ ആയിട്ടുള്ള. അതായത് മരണ കാരണം എന്താണെന്ന് കൃത്യമായിട്ടും തിരിച്ചറിയാൻ പാടില്ല, അല്ല പെട്ടെന്നുള്ള കുഴഞ്ഞു വീഴൽ, പെട്ടെന്നുള്ള മരണങ്ങൾ അല്ലെ, പ്രതീക്ഷിക്കാതെ പെട്ടെന്നുള്ള മരണം. എന്തുകൊണ്ടാണ് മരണപ്പെട്ടതെന്ന് നമ്മൾ കാരണം അറിയണം. അത്തരത്തിലുള്ള കേസുകൾക്കാണ് പോസ്റ്റ്മോർട്ടം കൂടുതലും ചെയ്യുന്നത്. അപ്പോ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് നമ്മള് ഡെഡ് ബോഡി എന്ത് ചെയ്യുന്നു? മോർച്ചറിയിൽ കീപ്പ് ചെയ്യുന്നു. Then to conduct medico-legal postmortem work. ഇനി പോസ്റ്റ്മോർട്ടം ചെയ്യും നമ്മൾ ഇതുപോലെ ആക്സിഡന്റ് കേസുകൾ വരുമ്പോഴും, അതുപോലെ തന്നെ ടു കണ്ടക്ട് മെഡിക്കോ-ലീഗൽ കേസസുകൾക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. മെഡിക്കോ-ലീഗൽ കേസസുകൾ ഏതൊക്കെയാണ്? മെഡിക്കോ-ലീഗൽ കേസസുകൾ അറിയാമോ? എക്സാമ്പിള്, അതായത് മെഡിക്കോ-ലീഗൽ കേസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മരണത്തില്, ഒരു വ്യക്തിയുടെ മരണത്തില് പോലീസ് അന്വേഷണങ്ങളും അതുപോലെ തന്നെ മറ്റു CBI അന്വേഷണങ്ങളൊക്കെ വേണ്ടി വരികയാണെങ്കിലാണ് അതിനെ നമ്മൾ മെഡിക്കോ-ലീഗൽ കേസസ് എന്ന് വിളിക്കുന്നത്. ആക്സിഡന്റ് കേസസ് വരാം, റേപ്പ് കേസുകൾ വരാം, സൂയിസൈഡ് വരാം അല്ലെ. സൂയിസൈഡ് തന്നെയാണോ ഇനി ആരെങ്കിലും കൊലപാതകം ചെയ്തതാണോ എന്നൊക്കെ തിരിച്ചറിയണ്ടേ? അങ്ങനെയുള്ള മെഡിക്കോ-ലീഗൽ പോസ്റ്റ്മോർട്ടത്തിന് നമുക്ക് മോർച്ചറിയിലെ മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നു. Then to give teaching programs for undergraduate and postgraduate മെഡിക്കൽ കോഴ്സുകൾ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഡെഡ് ബോഡി മോർച്ചറിയിൽ വന്നിട്ട് അവർക്ക് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുമ്പോൾ ഓരോ പാർട്സുകളും അവയവങ്ങളൊക്കെ പഠിപ്പിക്കലും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? ഡെഡ് ബോഡി മോർച്ചറിയിൽ അത് ഒരു മോർച്ചറിയുടെ ഫംഗ്ഷൻ ആണ്. അതായത് മെഡിക്കൽ സ്റ്റുഡൻസ് ഒക്കെ ഇല്ലേ, അവർക്ക് ഇതുപോലെ തന്നെ ഡെഡ് ബോഡിയെ വെച്ച് പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അതിനും അവർക്ക് ഉപകാരപ്രദം ആണ്. To give നൽകുക, ടീച്ചിങ് പ്രോഗ്രാംസ് കൊടുക്കുകയാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന്, മെഡിക്കൽ പരമായിട്ടുള്ള മെഡിക്കൽ സ്റ്റുഡൻസിന്. Then the type of dead body preserved in the mortuary can be classified as type of dead body. നമ്മൾ പറഞ്ഞു നോൺ മെഡിക്കോ ലീഗൽ കേസസ് ഉള്ള ഡെഡ് ബോഡീസ് ഉണ്ടാവും. അതായത് വേറെ പോലീസ് കേസുകളോ അങ്ങനെ പ്രശ്നങ്ങളോ ഇല്ലാതെ അല്ലാണ്ട് തന്നെ നമുക്ക് ചിലർ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ പെട്ടെന്നുള്ള കുഴഞ്ഞു വീണ മരണങ്ങള് അങ്ങനെയുള്ളതൊന്നും അതൊക്കെ നമ്മൾ പോസ്റ്റ്മോർട്ടം അതൊക്കെ നോൺ മെഡിക്കോ ലീഗലാണ്. അതുപോലെ തന്നെ മെഡിക്കോ ലീഗൽ കേസസുകളും വരുന്നുണ്ട്. മെഡിക്കോ ലീഗൽ കേസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും? നമ്മൾ പറഞ്ഞ പോലീസ് അല്ലെങ്കിൽ CBI ഇടപെടുന്ന കേസുകളൊക്കെ കുറ്റാന്വേഷണ കേസുകളാണത്. അത് വേറൊരു വഴിത്തിരിവാണ് കേസിന്റെ അല്ലെ. അപ്പോ അത്തരത്തിലുള്ള കേസുകളാണ് മെഡിക്കോ ലീഗൽ കേസസിൽ ഉൾപ്പെടുന്നത്. രണ്ട് ടൈപ്പാണ് ഡെഡ് ബോഡി നമ്മൾ പ്രിസർവ് ചെയ്യുന്നത്. നോൺ മെഡിക്കോ ലീഗലും അതുപോലെ മെഡിക്കോ ലീഗലും. അത് സെപ്പറേറ്റ് ആയിട്ട് ഡെഡ് ബോഡീസ് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇത്രയുമാണ് ഫങ്ഷൻസ് ഓഫ് മോർച്ചറി. നീഡും ഫങ്ഷൻസ് ഒക്കെ ഏകദേശം ഒരേ കാര്യങ്ങളൊക്കെ പോലെ തന്നെയാണ് പറയുന്നത്. വായിച്ചു നോക്കാം ഫങ്ഷൻസ്.
ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഡെഡ് ബോഡി ഹാൻഡിങ് ഓവർ ചെയ്യുന്നത് വരെ, അതായത് റിലേറ്റീവ് വന്ന് ഐഡന്റിഫൈ ചെയ്ത് കൊണ്ടുപോകുന്നത് വരെ നമ്മുടെ ഡെഡ് ബോഡി മോർച്ചറിയിൽ കീപ്പ് ചെയ്യുന്നത്. കൺസർവ് ചെയ്യാന്ന് വെച്ചാൽ കീപ്പ് ചെയ്യുക. ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് ഡെഡ് ബോഡി റിലേറ്റീവ്സ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? മോർച്ചറിയിൽ കീപ്പ് ചെയ്യുന്നു. നിങ്ങൾ വായിച്ചു നോക്കട്ടോ, നല്ലപോലെ വായിക്കാം. വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ മീനിങ് കിട്ടും കേട്ടോ. ഒരു പ്രാവശ്യമില്ല 2 പ്രാവശ്യം വായിച്ചു നോക്കുക, എന്നിട്ട് അതിന്റെ മലയാളം മീനിങ് ഒന്ന് മനസ്സിലാക്കാം. നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു പോയാൽ മതി. ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓർമ്മയിൽ ഒരിക്കലും നിലനിൽക്കില്ല. അപ്പൊ അത് ഓരോ പോയിന്റ് വായിക്കുക, മനസ്സിലാക്കി വായിക്കുക. വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് തോന്നുന്നത് ഒന്ന് സ്റ്റാർ ചെയ്യുകയോ ഹൈലൈറ്റ് ഒക്കെ ചെയ്തിട്ട് പോകാം കേട്ടോ. 72 ഒന്ന് മാർക്ക് ചെയ്യണേ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ 72. പ്രീവിയസിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡെഡ് ബോഡി ക്ലെയിം ചെയ്യാത്തത് കെപ്റ്റ് ചെയ്യുന്നത് എത്ര അവേഴ്സ് ആണ്? പ്രീവിയസ്ലി ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. ഫിഫ്ത് പോയിന്റിലെ 2 ടൈപ്പ് പ്രിസർവ് മോർച്ചറിയിൽ 2 ടൈപ്പ് ആയിട്ടാണ് വെക്കുന്നത്. അതായത് നോൺ മെഡിക്കോ ലീഗൽ കേസസിന്റെ ഒരു സെക്ഷൻ വേറെ ഉണ്ടാകും മോർച്ചറിയിൽ തന്നെ. മെഡിക്കോ ലീഗൽ കേസസ് ഉള്ള ഡെഡ് ബോഡീസിന് സെപ്പറേറ്റ് ചെയ്ത് വെക്കും. മീൻസ് ഒരുമിച്ചല്ല, നോൺ മെഡിക്കോ ലീഗൽ വലിയ പ്രശ്നമൊന്നുമില്ല, ജസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന കേസുകൾ മാത്രം ഒരു ഏരിയയിലായിരിക്കും. മെഡിക്കോ ലീഗൽ കേസസ് കുറെ കേസുകൾ അങ്ങനെയൊക്കെ വരുന്നത് സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നു ഡെഡ് ബോഡീസിൽ. ആ 3 days 4 days വെക്കും. കറക്റ്റ് ആയിട്ട് 72 hours എന്നാണ് നമുക്ക് പറയുന്നത്. നമ്മൾ 72 hours നോക്കിയാൽ മതി കേട്ടോ. എക്സാമിന് എന്തായാലും നമ്മുടെ ആൻസർ 72 hours ആണ്. അതിന് ഡേയ്സിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ മിനിമം ഒരു മാക്സിമം 3 or 4 days ആണ് വരുന്നത്. എക്സാമിന് നമുക്ക് എന്തായാലും ഈ ഒരു 72 hours വെച്ചിട്ടുള്ള ആൻസറെ കണക്കാക്കുള്ളൂ കേട്ടോ. നമുക്ക് ഡേയ്സ് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലാലോ. നമ്മൾ 72 hours തന്നെ പഠിച്ചാൽ മതി. അവരിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ 3 days ആണ് വരുന്നത്. 3 days ഓക്കെ. 72 തന്നെ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. കാരണം നമ്മുടെ PDF 72 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഡേയ്സ് പറഞ്ഞിട്ടില്ല പ്രത്യേകം. അപ്പോ നിങ്ങൾ 72 തന്നെ പഠിച്ചാൽ മതി. ഓക്കെ, 72 hours 3 days ആണ് എങ്കിലും 72 തന്നെ പഠിക്കാം കേട്ടോ. എക്സാമിന് എന്തായാലും ഡേയ്സ് വെച്ചിട്ട് ചോദിക്കാൻ ചാൻസ് ഇല്ല. കാരണം നമുക്ക് ഓൾറെഡി 72 പ്രത്യേകം തന്നിരിക്കുന്നുണ്ട്. ആ ഒരു ഇതനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ലെവലിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, പോസ്റ്റ്മോർട്ടത്തിന് വരെ നമ്മൾ ഡെഡ് ബോഡി കീപ്പ് ചെയ്യുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് മോർച്ചറിയിൽ സൂക്ഷിക്കില്ലേ? കംപ്ലീറ്റ് ചെയ്തു എല്ലാ പോയിന്റ്സും വായിക്കാം കേട്ടോ. കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, വായിച്ചോ.
നെക്സ്റ്റ് ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം കേട്ടോ. പ്ലാനിംഗ് പ്രോഗ്രാം, പ്ലാനിംഗ് പാരാമീറ്റർ ഓഫ് എ മോർച്ചറി. എങ്ങനെയാണ് ഒരു നമ്മളെന്താ ഒരു മോർച്ചറിയുടെ പ്ലാനിംഗ് എന്ന്, എങ്ങനെയാണ് ആ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഫസ്റ്റ് വൺ, ലൊക്കേഷൻ. എങ്ങനെയാണ് അതിന്റെ ലൊക്കേഷൻ? ലൊക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നോക്കാം. The location should be in a dubious obscure. Obscure എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട അല്ലെ, dubious എന്ന് വെച്ചാൽ unclear, അതായത് ഒരു സംശയാസ്പദമായിട്ടുള്ള ഒറ്റപ്പെട്ട ഒരു ഏരിയയിലായിരിക്കും മോർച്ചറി ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇനി സെപ്പറേറ്റ് ബിൽഡിംഗ് അല്ലെ, നിങ്ങള് ഹോസ്പിറ്റലിൽ മോർച്ചറി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, കുറച്ച് പേരെങ്കിലും ഉള്ളിൽ കയറിയിട്ടില്ലെങ്കിലും കുറെ പേര് മോർച്ചറി കണ്ടിട്ടില്ലേ? ഒബ്സ്ക്യൂർ എന്ന് വെച്ചാൽ ഒറ്റപ്പെട്ട. ഓക്കെ, അപ്പൊ കണ്ടിട്ടുള്ളവരോടാണ് ചോദിക്കുന്നത്, നിങ്ങള് മോർച്ചറി കണ്ടിരിക്കുന്നത് സെപ്പറേറ്റ് ബിൽഡിംഗ് ആണോ? ചില ഹോസ്പിറ്റലുകളിലേക്ക് ചിലപ്പോ ബാക്ക് സൈഡിൽ വേറെ സെപ്പറേറ്റ് ബിൽഡിംഗ് ഉണ്ടാവും, ആണോ? അല്ലെ, ഒട്ടുമിക്ക ഒരു 70% അങ്ങനെ തന്നെ ആയിരിക്കാം. ഞാൻ പറയുന്നത് ഇനി സെപ്പറേറ്റ് ബിൽഡിംഗ് ആയിരിക്കും. ടു വേർ ദ ഡെഡ് ബോഡീസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ആണ് അല്ലെ. അപ്പോ ഇനി സെപ്പറേറ്റ് ബിൽഡിംഗ് ടു where the dead bodies can be reached in a non-disturbing way. Dead bodies നമ്മള് സെപ്പറേറ്റ് ബിൽഡിംഗ് ആണ്, അതായത് വേറെ ഡിസ്റ്റർബൻസും കാര്യങ്ങളും ഇല്ലാത്ത ഒരു ഏരിയയില് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗിലായിരിക്കും മോർച്ചറി ലൊക്കേഷൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. There should be easy access from ICU, ward, OT. OT എന്ന് വെച്ചാൽ എന്താ? OT, ഓപ്പറേഷൻ തിയേറ്റർ, എമർജൻസി പാത്തോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അതായത് വാർഡിൽ നിന്നും ICU, അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ, എമർജൻസി പാത്തോളജി ഡിപ്പാർട്ട്മെന്റ്, അതായത് കാഷ്വാലിറ്റി എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എളുപ്പം എത്താനും പറ്റുന്ന ഒരു ഏരിയയിലായിരിക്കും മോർച്ചറി സ്ഥിതി ചെയ്യുന്നത്. ഡൂബിയസ് പ്ലേസിലാണ്, അതുപോലെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗിലായിരിക്കും മോർച്ചറി സ്ഥിതി ചെയ്യുന്നത്. ദെൻ വാർഡിൽ നിന്നും ICUവിൽ നിന്നും ഓപ്പറേഷൻ തിയേറ്റർ, എമർജൻസി പാത്തോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് എത്തിച്ചേരാനും പറ്റും. ഭയങ്കര അകലവുമല്ല എങ്കിലും കുറച്ച് അൺക്ലിയർ ആയിട്ടുള്ള ഒരു ഏരിയയിലും ആയിരിക്കും അല്ലെ. എന്നാലും ഈ ഒരു ഏരിയകളിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് മോർച്ചറിയിലേക്ക് എത്താനും സാധിക്കുന്നു എന്നാണ് ലൊക്കേഷൻസിൽ പറയുന്നത്. ഇനി സ്പേസ് റിക്വയർമെന്റ്, ഒരു മോർച്ചറിയുടെ സ്പേസ്, എത്രത്തോളം സ്പേസ് വേണമെന്ന്. അപ്പൊ അതിനൊക്കെ ബിൽഡപ്പ് ചെയ്യുന്നതിന് മുൻപ് അതിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പ്രോസസ്സുകളും പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ മോർച്ചറി ബിൽഡിംഗ് ഒക്കെ പണിയുന്നത്. നോക്കാം. സ്പേസ് റിക്വയർമെന്റ്, സ്ഥലത്തിന്റെ ആവശ്യകത, റിലൈസ് ഓൺ ദ സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് ദ വർക്ക് ലോഡ്. അതായത് ഹോസ്പിറ്റലിന്റെ വലിപ്പം അനുസരിച്ചിട്ട്, ഇപ്പൊ വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം അതിനനുസരിച്ചിട്ടുള്ള വലിയ മോർച്ചറി ഫെസിലിറ്റിയും സൗകര്യങ്ങളൊക്കെ ആയിരിക്കും. വർക്ക് ലോഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ജോലികളും കാര്യങ്ങളും എങ്ങനെയാണ്, നല്ല രീതിയിലുള്ള ഭയങ്കര തിരക്കുള്ള ഹോസ്പിറ്റലാണോ, അങ്ങനെയുള്ള ഒത്തിരി ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള മോർച്ചറി കെട്ടിടങ്ങളൊക്കെ ആയിരിക്കും അവിടെ ഉള്ളത്. ദ കമ്മിറ്റി ഓൺ പ്രൊജക്ട് പ്ലാൻ പ്രൊജക്ട് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. COPP ഇമ്പോർട്ടന്റ് ആണ്. കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് ഹാസ് റെക്കമെൻഡഡ് ആൻ ഏരിയ ഓഫ്, അതായത് ഈ ബിൽഡിങ്ങുകളും മറ്റും കൺസ്ട്രക്ഷന്റെ ഒക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു കമ്മിറ്റി പ്ലാൻ ആണ് COPP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട്. ഓക്കെ, അപ്പോ ആ ഒരു പ്ലാൻ, ഈ COPP ആണ് നമ്മളുടെ മോർച്ചറിയുടെ പ്ലാനുകളും കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അപ്പോ അവര് റെക്കമെൻഡ് ചെയ്യുന്നത് അനുസരിച്ചിട്ട് 6 to 8 സ്ക്വയർ ഫീറ്റ് ആണ് ഒരു ജനറൽ ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ശുപാർശ ചെയ്യുന്നത് 6 to 8 സ്ക്വയർ ഫീറ്റ് ആണ് ബെഡ്സ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അവരുടെ ഒരു സ്ക്വയർ ഫീറ്റ്. അത് നിങ്ങൾ കണക്കൊന്നും കൃത്യമായിട്ട് പഠിക്കേണ്ട കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. COPP കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. അതായത് ആ ഒരു COPP എന്ന് പറഞ്ഞാൽ കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് ആണ്. ഈ ബിൽഡിങ്സിന്റെ ഒക്കെ പണികളും കാര്യങ്ങളൊക്കെ അവരാണ് ശുപാർശ ചെയ്തത്. ഇത്ര മീറ്റർ വേണം, അല്ലെങ്കിൽ റൂമിൽ ഇത്ര സ്പേസ് വേണം, ഇത്ര ഹൈറ്റ് വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത് കൃത്യമായിട്ടും COPP ആണ്. അപ്പൊ അവരുടെ ശുപാർശ പ്രകാരം 6 to 8 സ്ക്വയർ ഫീറ്റ് ആയിരിക്കണം ഒരു മോർച്ചറി കെട്ടിടത്തിന്റെ ഒരു വിസ്തീർണം, അല്ലെങ്കിൽ അതിന്റെ ഒരു അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ രണ്ട് കാര്യങ്ങളാണ് ലൊക്കേഷനും സ്പേസ് റിക്വയർമെന്റ്. ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൂബിയസ് പ്ലേസിൽ ഒറ്റപ്പെട്ട ഒരു ഡൂബിയസ് ആയിട്ടുള്ള ഒരു പ്ലേസിലായിരിക്കും. ഹോസ്പിറ്റലിൽ നിന്നും മാറി ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗിലായിരിക്കും.
അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ICUവിൽ നിന്നും വാർഡിൽ നിന്നും OT ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും എമർജൻസി പാത്തോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എളുപ്പത്തിൽ പ്രവേശിക്കാനായിട്ട് പറ്റും. സ്പേസിൽ പറയുകയാണെങ്കിൽ ഓരോ ഹോസ്പിറ്റലിന്റെ സൈസ് അനുസരിച്ചിട്ടുണ്ടായിരിക്കും അവിടുത്തെ അവിടുത്തെ മോർച്ചറിയുടെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും COPP കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് അതാണ് നമ്മുടെ കൺസ്ട്രക്ഷന്റെ കാര്യങ്ങളൊക്കെ ശുപാർശ ചെയ്യുന്നത്. അപ്പോ അവിടെ COPP റെക്കമെൻഡ് ചെയ്യുന്നത് 6 to 8 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ ഒരു മോർച്ചറി സമുച്ചയം ആ ഒരു അളവിലായിരിക്കണം നിർമ്മിക്കേണ്ടത്. ഓക്കെ, വായിച്ചു നോക്കാം. ലൊക്കേഷനും സ്പേസ് റിക്വയർമെന്റും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഡൂബിയസ് വെച്ചിട്ടുണ്ടെങ്കിൽ അൺക്ലിയർ, വ്യക്തമല്ലാത്ത, അതായത് ഒരു ക്ലിയർ അല്ലാത്ത, സംശയാസ്പദമായിട്ടുള്ള. അൺക്ലിയർ എന്ന് വെച്ചാൽ എന്താ, അധികം ആരുടെ ശ്രദ്ധ പറ്റാത്തൊരു ഏരിയ, പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റാത്തൊരു ഏരിയ കേട്ടോ. പ്ലാനിങ്ങിലെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, ലൊക്കേഷനും സ്പേസ് റിക്വയർമെന്റും. ഓക്കെ, വായിച്ചെല്ലാവരെയോ? ഓക്കെ, അപ്പൊ നമ്മള് വളരെ കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളൂ. മോർച്ചറിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്നാമത്തെ പോയിന്റ് അണ്ടർലൈൻ ചെയ്ത എല്ലാവരും നമുക്ക് പറയാൻ കേട്ടോ. അണ്ടർലൈൻ ചെയ്യാത്തവര് അണ്ടർലൈൻ ചെയ്യാം. മോർഗ്യൂ derived from French word which means to look solemnly, to live. അണ്ടർലൈൻ ചെയ്യാം. Then need for mortuary വായിച്ചു നോക്കാം കേട്ടോ. Then functions of mortuary services. ഇൻട്രൊഡക്ഷൻ പാർട്ട് എളുപ്പമല്ലേ, ശ്രദ്ധിച്ചില്ലേ? വായിച്ചു നോക്കാട്ടോ. അത് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് മോർച്ചറി എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഇൻവൈറ്റബിൾ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഏരിയയാണ്. ദെൻ അവിടെയാണ് നമ്മൾ ഡെഡ് ബോഡീസ് പ്രിസർവേഷൻ ചെയ്യുന്നത്, ഡെഡ് ബോഡീസ് നമ്മൾ സൂക്ഷിക്കുന്നത്. ഇനി മോർഗ്യൂ ഓർ മോർച്ചറി, മോർച്ചറിന് തന്നെയാണ് നമ്മൾ മോർഗ്യൂ എന്ന് പറയുന്നത്. നമ്മള് ബോഡി ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയും ദെൻ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ മോർച്ചറിയിൽ ഡെഡ് ബോഡി കീപ്പ് ചെയ്യുന്നത്. Then the term morgue എന്നുള്ള ഒരു ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് വേർഡിൽ നിന്നാണ്. അതിന്റെ which means to look solemnly, അതായത് to hold seriously. Then morgue എന്നുള്ള ഒരു ടേം നോർത്തേൺ അമേരിക്കയിലാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. നമ്മൾ കോമൺ ആയിട്ട് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ മോർച്ചറി എന്ന് തന്നെയാണ് യൂസ് ചെയ്ത് വരുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഫീ മീൻസ് ഒബേ, പാലിക്കുക എന്നൊക്കെ അർത്ഥം കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു ചെറിയൊരു സെക്ഷൻ മാത്രം എടുത്തിട്ടുള്ളൂ. കാരണം മോർച്ചറി എന്ന് പറയുമ്പോൾ നമുക്ക് അധികം അറിയാൻ പാടില്ലാത്ത ഒരു ഏരിയ ആണ്. നിങ്ങൾ കയറി കണ്ടിട്ടുണ്ടാവില്ല, കൂടുതൽ അറിയാത്ത ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് സ്ലോ ആയിട്ട് സാവകാശം പറഞ്ഞ് വന്നത്.
ഓക്കെ, ഇപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു ഏരിയ ആണെങ്കിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ പെട്ടെന്ന് എടുത്ത് പോകാം അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ചാപ്റ്റർ അങ്ങനെയാണ് അല്ലെ. നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു ഏരിയയാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ച് കൃത്യമായിട്ടും പഠിച്ചു പോകാറുണ്ട്. ഓക്കെ, എടുക്കത്രയും ഓക്കെ ആണോ? ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലാലോ? നല്ലപോലെ വായിക്കാം കേട്ടോ. വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഡെയിലി ആ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് തന്നെ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 50% മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, നമ്മൾ ഡെയിലി മോക്ക് ടെസ്റ്റ് കൂടി അറ്റൻഡ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല പഠനത്തിൽ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ഭാഗം എടുക്കാം കേട്ടോ. അപ്പൊ ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, Thank you, ma'am. Thank you, ma'am. Thank you, ma'am.